ചെറിയ ഭാഗം മാത്രം വായിച്ചാൽ ആരെങ്കിലും. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. Praise the Lord. Hallelujah. ഞാൻ അതിന്റെ അവസാന ഭാഗം മാത്രമാണ് ഞാൻ എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. വിശ്വാസികൾ പോരാടുന്നവരാണ്. ആമേൻ. പോരാട്ടമുള്ളവരല്ല, പോരാടുന്നവരാണ്. Praise the Lord. Hallelujah. ഒരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ആമേൻ. ഹാലലൂയ. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി പോരാടുന്നവരല്ല. ആമേൻ. നമ്മുടെ കാര്യം നേടിയെടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുത്ത് ഞാൻ പിടിച്ച കൊമ്പിന് മയലിന് 2 കൊമ്പുണ്ടെന്ന് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുക്കാൻ പോരാട്ടത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ നമുക്ക് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടേണ്ടത്. Praise the Lord. Hallelujah. അപ്പോൾ ഞാൻ എൻ്റെ ദൂതിലേക്ക് കടക്കുന്നതിന് മുമ്പായി യൂദായെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ നിങ്ങൾക്ക് തരാം. യൂദ ആരെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. യൂദ എന്നുള്ള പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ കുറിച്ച് മാത്രം നമ്മുടെ അറിവിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രബോധനത്തിനായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. Praise the Lord. വായിച്ചാട്ടെ അതിന്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. Praise the Lord. Thank you brother. Hallelujah. ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യാമോ? യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, ആമേൻ, പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെട്ട യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരെ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ ഹല്ലേലൂയ അവരുടെ ജീവിതം തന്നെ അവർക്കൊരു പ്രസംഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പ്രസംഗിക്കും, നമ്മുടെ ചെയ്തികൾ വേറെയാ. ഹല്ലേലൂയ. ചിലരൊക്കെ അധികം ഒന്നും പ്രസംഗിച്ചില്ലെങ്കിലും അവരുടെ ജീവിതം തന്നെ വലിയൊരു പ്രസംഗമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദായെ സംബന്ധിച്ചിടത്തോളം താൻ അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് 2 തരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദ പറയുന്നത് ഞാൻ യാക്കോബിന്റെ സഹോദരനാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് യൂദ പറയുന്നത് യേശുവിന്റെ ദാസനാണ്. Praise the Lord. Hallelujah. യാക്കോബ് ഫേമസ് ആയിരുന്നു, യൂദ വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു. താൻ ലഭിച്ച 2nd പൊസിഷൻ കൊണ്ട് താൻ തൃപ്തനായിരുന്നു. Praise the Lord. Hallelujah. ശുശ്രൂഷയിൽ മറ്റ് അപ്പോസ്തലന്മാർ ശോഭിക്കുന്നത് പോലെയൊന്നും ശോഭിക്കണമെന്ന് വലിയ അത്യാഗ്രഹമൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. പിന്നെയോ ഞാൻ യാക്കോബിന്റെ സഹോദരനാണ് അറിയപ്പെട്ടാൽ മതി എന്ന് തീരുമാനമെടുത്തൊരു വ്യക്തിയാണ്. Praise the Lord. Hallelujah. രണ്ടാമത് അവൻ യേശുവിന്റെ ദാസനായ അറിയപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. ദാസൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഡൗലോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവന്റ് എന്ന് മാത്രമല്ല, അടിമ എന്ന അർത്ഥം. Praise the Lord. Hallelujah. ആമേൻ. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ആ ടൈറ്റിലിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട സ്ഥാനത്തിന് വേണ്ടി നമ്മളൊക്കെ ഒത്തിരി അധ്വാനിക്കുമ്പോൾ ഇവിടെ ഒരുവൻ ഇതാ തന്നെത്താൻ താഴ്ത്തി യാക്കോബേ നീ ഫ്രണ്ടിൽ നിന്നോ, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് യൂദയായിട്ടല്ല, അപ്പോസ്തല യൂദയായിട്ടല്ല ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബേ നിന്റെ സഹോദരനും യേശുവിന്റെ അടിമയായിട്ട് അല്ലെങ്കിൽ യേശുവിന്റെ ഒരു ദാസനായിട്ട് അറിയപ്പെടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് ഹല്ലേലൂയ മുമ്പന്തിയിൽ ഹല്ലേലൂയ പലർക്കും പൊസിഷൻസ് ഒന്നും ലഭിച്ചില്ലെന്നിരിക്കാം, പക്ഷെ നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? 13 ലേഖനം എഴുതിയ പൗലോസിനെ മാറ്റി നിർത്തി ഹല്ലേലൂയ കർത്താവിന്റെ മഹിമ സാക്ഷ്യം വഹിച്ച പത്രോസിനെ മാറ്റി നിർത്തി യേശു കർത്താവിന്റെ മാറോട് ചേർത്ത യോഹന്നാനെ മാറ്റി നിർത്തിക്കൊണ്ട് അവസാനത്തെ ലേഖനം എഴുതുവാൻ ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണെന്ന് അറിയാമോ? തന്നെ താൻ താഴ്ത്തി ഏൽപ്പിച്ച ഒരു 2nd പൊസിഷനിൽ ഹല്ലേലൂയ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ച യൂദായെ തെരഞ്ഞെടുത്തത്. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനം ലഭിക്കുന്നില്ല, എനിക്ക് ലഭിക്കേണ്ടത് ആ എലിവേഷൻ ലഭിക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ച് ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച ദൈവ പദ്ധതിക്കായി നിന്നെ ഒരുക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ മുമ്പന്തിയിൽ നിൽക്കുന്നവർക്ക് ലഭിക്കാത്ത ചില ശുശ്രൂഷകളെ ദൈവ
ദൈവം തന്ന നിന്നെ ദൈവം മാനിക്കാൻ പോകുകയാണ്. Praise the Lord. Hallelujah. ഇതെന്റെ ദൂതല്ല, അവൻ ഇതെന്റെ മെസ്സേജ് അല്ല. പക്ഷെ ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നു മാത്രമേ ഉള്ളൂ യൂദ എന്നുള്ള വ്യക്തിത്വത്തെ കുറിച്ച്. Praise the Lord. Hallelujah. ഇനി നമുക്ക് മെസ്സേജിലേക്ക് കിടക്കാം. അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് എടുത്തട്ടെ. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനും യൂദ, അവൻ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനെ സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതുന്ന. ആരോടാ പോരാണ് അവൻ നമുക്ക് ഒരിക്കലായിട്ട് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി അവൻ പോരാടേണ്ടതിന് ആരോടെ അവൻ ഹല്ലേലൂയ യൂദ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്? വിളിക്കപ്പെട്ട ഒരു കൂട്ടം. Amen. Praise the Lord. Hallelujah. വിളിക്കപ്പെടാത്തവൻ പോരാടേണ്ട. പക്ഷെ ദൈവത്തിന്റെ പൈതലെ, നീ വിളിക്കപ്പെട്ടവനാണോ? നിന്റെ മേലൊരു വിളിയുണ്ടോ? എങ്കിൽ നീ പോരാടേണ്ടവനായി ഇന്ന് പകൽക്കാലം എത്ര പേര് തിരിച്ചറിയുന്നു? ഞാൻ ബൈബിൾ ക്ലാസ്സിൽ എടുത്തതാ. ഞാനത് ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ആ വിളിക്കപ്പെട്ടവർ എന്നുള്ള വാക്കിന്റെ ഒരു നിർവചനം ഞാൻ നിങ്ങൾക്ക് തരാം. വിളിക്കപ്പെടുക എന്നുള്ള വാക്കിന്റെ അർത്ഥം കാലീൻ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളിലേക്ക് വിളിക്കപ്പെട്ടവരെ കുറിച്ചാണ് അവൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്. ഒന്ന്, ഒരു പ്രത്യേക ഓഫീസിലേക്ക് വിളിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡ്യൂട്ടിക്കായി വിളിക്കപ്പെട്ടവർ. ഒന്നാമത്തെ വിളി. രണ്ടാമത്, വിളിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിരുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫെസ്റ്റിവലിലേക്ക് വിളിക്കപ്പെടുക. മൂന്നാമത്, ദൈവത്തിന്റെ ന്യായവിധിയിലേക്ക് വിളിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതിന്റെ അകത്തിരിക്കുന്ന വിശ്വാസ സമൂഹമേ, എന്നെയും നിന്നെയും ഹല്ലേലൂയ ദൈവം വിളിക്കുകയാണ്. വിളിക്കപ്പെട്ട ജനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ നീയും എന്നെയും വിളിക്കപ്പെട്ടത് എന്തിനാണെന്ന് അറിയാമോ? നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ഒരു ഓഫീസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത് ഒരു ഗസ്റ്റ് ആയിട്ട് ദൈവത്തിന്റെ മഹാവിരുന്നിലേക്ക് എന്നെയും നിന്നെ വിളിച്ചിരിക്കുന്നത്. അവസാനം എന്നെയും നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായാസനത്തിൽ ദൈവത്തിന് മുമ്പാകെ ഒരു ജഡ്ജ്മെന്റിലേക്ക് വേണ്ടി അതിന്റെ എന്നെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊരിക്കലും മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ആമേൻ ഒരിക്കലായിട്ട് വിശ്വാസികൾക്ക് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എന്താണ് കാര്യം? ഇന്ന് പകൽക്കാലം നീയും ഞാനും വിളിക്കപ്പെട്ടവനായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അവൻ എങ്ങനെയെങ്കിലും ഒക്കെ അവൻ വിശ്വാസ ജീവിതം നയിക്കേണ്ടവരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അവൻ അനേക കൂട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ട് അതിന്റെ അകത്ത് എന്നെയും നിന്നെ വിളിച്ചെടുക്കുവാൻ എനിക്കും നിന്നെ യോഗ്യത ഉണ്ടായിട്ടല്ല, പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്താൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം വിളിക്കപ്പെട്ട കൂട്ടത്തിന്റെ അകത്ത് ഞാനും നീ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ മേൽ ഒരു ദൗത്യമുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നീ അന്ത്യത്തോളം പോരാടേണ്ട ഒരു ദൗത്യം ഇന്ന് പകൽക്കാലമാമേ ആ ഓഫീസിലേക്ക് നിന്നെ എന്നെ വിളിച്ചിരിക്കുന്നത്. Praise the Lord. Praise the Lord. Hallelujah. രണ്ടാമത്തെ അടുത്ത വാക്യെടുത്തേ. നിങ്ങൾക്ക് പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യെങ്കിൽ വിശുദ്ധന്മാർ. Praise the Lord. ആദ്യം ഞാൻ പറഞ്ഞ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എന്ന ആവശ്യത്തെ കുറിച്ചാണ് യൂദ അപ്പോസ്തലൻ പറയുന്നത്. എന്തിനു വേണ്ടിയാ പോരാടേണ്ടത്? കാര്യം ഒന്ന്, നീ വിളിക്കപ്പെട്ടവനായതുകൊണ്ട് നീ പോരാടേണ്ടവനാ. രണ്ടാമത്, നീ വിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്, ടോട്ടലി ഡിഫറെന്റ്, അല്ലെന്നുണ്ടെങ്കിൽ വ്യത്യസ്തം. Praise the Lord. Hallelujah. ശബ്ബത്ത് ദിവസം മറ്റുള്ള 6 ദിവസത്തേക്കാൾ വ്യത്യസ്തമാണ്. ആമേൻ. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? Praise the Lord. Hallelujah. ഈ ലോകത്തിൽ ജീവിക്കുന്ന അവൻ വിളിക്കപ്പെട്ട ദൈവജനമേ, ഞാനും നീയും ഈ ലോകത്തിൽ നിന്ന് ടോട്ടലി വ്യത്യസ്തമാണ്. Praise the Lord. Hallelujah. യേശു കർത്താവ് അവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ യോഹന്നാൻ 17:16 വായിച്ചേ. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലെന്ന്. Praise the Lord. Hallelujah. പലരും ലോകത്തിന്റെ പ്രമാണത്തോടുകൂടെ കോംപ്രമൈസ് ചെയ്ത ലൗകികനെ പോലെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിക്കപ്പെട്ട
വിശുദ്ധന്മാരെ നോക്കി വിളിച്ചു പറയുക, യു ആർ നോട്ട് ഓഫ് ദിസ് വേൾഡ്. അവൻ നീയും ഞാനും ലൗകികനല്ല. യേശു ലൗകികനല്ലാത്തതുപോലെ ഞാനും നീ ലൗകികനല്ല. നീ ലോകത്തിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ്. ആമേൻ. Praise the Lord. Hallelujah. എല്ലാവരുടെ ചിരിയൊക്കെ ഒന്ന് പോയി. Praise the Lord. Hallelujah. ലോകത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ല ദൈവത്തിന്റെ പൈതലെ നിന്റെ സ്റ്റാൻഡേർഡാ. ലോകത്തിന്റെ പ്രമാണമല്ല ദൈവത്തിന്റെ പൈതലെ. വിളിക്കപ്പെട്ട വിശുദ്ധൻ എന്നുള്ള പേരുള്ള നിന്റെ സ്റ്റാൻഡേർഡാ. നിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അറിയാമോ? ക്രൈസ്റ്റ് എന്നുള്ള മെഷറാ. ആ മെഷറ നിനക്ക് അവൻ താരതമ്യം ചെയ്യേണ്ടതാ. മറ്റുള്ളവനെ നോക്കി ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാണ് അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവനേക്കാൾ വിശുദ്ധനെന്ന് വിലയിരുത്തുവാനല്ല നിന്നെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹം. നിന്റെ മെഷർ, നിന്റെ സ്റ്റാച്ചർ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. Praise the Lord. അവനെ തട്ടിച്ചു നോക്കി നീ പറഞ്ഞിട്ട് പറയാം എത്രമാത്രം വിശുദ്ധനാണ്. Praise the Lord. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ആമേൻ പോരാടേണ്ടത് ഈ ലേഖനം നിങ്ങൾക്ക് എഴുതേണ്ടത് ആവശ്യമാണ് എനിക്ക് തോന്നി എന്ന് യൂദാപ്പോസ്തലൻ പറയും. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം hallelujah എന്തിനാണ് ആമേൻ hallelujah പോരാടേണ്ടത് എന്ന് പറയുന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ ഈ ആമുഖം പറഞ്ഞത്. പോരാടുക എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ കഠിനമായ കായിക പീഡയിൽ ഏർപ്പെടുക. ശ്രദ്ധിച്ചു കേൾക്കണേ. പോരാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങനെയൊക്കെ ഇരുന്ന് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ല, കഠിനമായ കായിക പീഡയിൽ ഏർപ്പെടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കായിക മത്സരത്തിൽ അവൻ കഠിനമായി അധ്വാനിച്ച് എന്തെങ്കിലും നേടിയെടുക്കുക എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. Praise the Lord. Amen. Hallelujah. Christian life is not easy. Amen. ആരെങ്കിലും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. Praise the Lord. Hallelujah. അവൻ എന്നെ പോരാടേണ്ടതിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ hallelujah കഠിനമായ ഒരു കായിക പീഡയ്ക്കാണ് നിന്നെ എന്നെ വിളിച്ചിരിക്കുന്നത്. Praise the Lord. അതിൻ്റെ അകത്തൊരു പോരാളിയുണ്ട്. നിനക്കെതിരെ പോരാടുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടുവാൻ hallelujah നീ നിരന്തരം റെഡിയായിരിക്കണം. Praise the Lord. അവൻ എത്ര പേര് പകൽക്കാലം ആമേൻ പറയും? അല്ലെങ്കിൽ ഈ ദൂത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിനെ ആമേൻ പറയുവാനായിട്ട് അവൻ ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഹല്ലേലൂയ. അവൻ ഈ ദൂതുമായി ബന്ധപ്പെട്ട ഒരു ക്യാരക്ടറിനെ ഞാൻ പഴയ നിയമത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ദൂതിലേക്ക് കടക്കാം. ഹല്ലേലൂയ. നെഹമ്യാവ് വായിച്ചാട്ടെ. നെഹമ്യാവ് എന്നുള്ള കഥാപാത്രത്തെ ഞാൻ ഇതിനായിട്ട് ഈ ദൂതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നെഹമ്യാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ വാഴ്ചയിൽ യെരൂശലേം ദേവാലയം 586 BC തകർക്കപ്പെട്ട് അവിടുന്ന് ഒരു ജനത്തെ പ്രവാസത്തിലേക്ക് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ആ ബാബിലോണിയൻ സാമ്രാജ്യത്തിൽ ഇവർ പ്രവാസികളായിട്ട് വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 137 സങ്കീർത്തനം വായിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രവാസത്തിലായിരിക്കുന്ന തന്റെ ജനത്തിന്റെ അവസ്ഥയെ കുറിച്ച് അവരുടെ വേദനയെ കുറിച്ചൊക്കെ അവിടെ സങ്കീർത്തനക്കാരൻ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അകത്ത് ഒരു കൂട്ടം ജനം ശ്രദ്ധിച്ചു കേൾക്കണം. ഈ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമായ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിട്ടുപോയപ്പോൾ ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവരെ അടിമകളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവിടെ അടിമത്തത്തിലാക്കി യെരൂശലേം ദേവാലയവും യെരൂശലേമിന്റെ മതിലെല്ലാം ഇടിച്ചു കളഞ്ഞ് യെരൂശലേമിനെ നശിപ്പിച്ച് ഇട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസത്തിനൊക്കെ ചെറിയ ഇളക്കമൊക്കെ സംഭവിച്ചു. കാരണം തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. യോശുവയോടൊക്കെ പറഞ്ഞുള്ള വാഗ്ദത്തം, ആയുസിന് ഒരു ശത്രു നിന്റെ മുമ്പാകെ നിൽക്കത്തില്ല എന്നുള്ള വാഗ്ദത്തമൊക്കെ കേട്ട ഒരു കൂട്ടമാണ് ഇപ്പൊ കിടക്കുന്നത് എവിടെയാ? അടിമത്വത്തിൽ, ബാബിലോണിന്റെ അടിമത്വത്തിൽ. അതിന്റെ അകത്ത് ചെറിയൊരു കൂട്ടം, ഒരു മെജോറിറ്റി ബാബിലോണിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ ജീവിത രീതിയൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് അവരവിടുത്തെ സുഖമായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ വേറൊരു കൂട്ടം ഇപ്പോഴും മടങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹത്തിൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലവും ഹല്ലേലൂയ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ബാബിലോണിയ അവസ്ഥ നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലത് മടങ്ങി യെരൂശലേമിലേക്ക് പോയി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടം, ഒരു മൈനോറിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലൊരുവനായിരുന്നു നെഹമ്യാവ്.
Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ താല്പര്യമുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്റെ അകത്ത് ഒരു ആത്മഭാരം വരണം. അവൻ എന്താണെന്നറിയാമോ? ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും നിമിഷത്തിൽ ഞാൻ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വിട്ട് മാറിയാണോ ഇരിക്കുന്നത് എന്ന്. Praise the Lord. Hallelujah. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ 539 BC മുതൽ 530 BC യുടെ കാലഘട്ടത്തിൽ ആമേൻ കോരേഷ് രാജാവിന്റെ കാലഘട്ടത്തിൽ, പേർഷ്യൻ രാജാവായ കോരേഷിന്റെ കാലഘട്ടത്തിൽ യെരൂശലേം ദേവാലയം പണി തുടങ്ങി. അതിനുശേഷം ദാര്യാവേശ് 1 രാജാവിന്റെ കാലഘട്ടം 522 മുതൽ 486 BC ഒക്കെ ആയപ്പോഴത്തേക്ക് ആമേൻ യെരൂശലേം ദേവാലയം പുതുക്കി പണിഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളൊന്ന് വായിച്ചേ നെഹമ്യാവ് 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നുവെന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്ന്. Praise the Lord. Hallelujah. അവൻ നെഹമ്യാവിന്റെ അടുത്ത് ഒരു വാർത്ത എത്തുകയാണ്. അവൻ യെരൂശലേം ദേവാലയത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു. പക്ഷേ അവൻ നെഹമ്യാവിന്റെ അടുത്ത് വീണ്ടും ഒരു വാർത്ത എത്തുകയാണ്. അവൻ ദേവാലയത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ മതിലുകൾ ഇപ്പോഴും ഇടിഞ്ഞു കിടക്കുകയാണ്. Praise the Lord. Hallelujah. അവൻ യെരൂശലേം ദേവാലയം അവൻ ദേവാലയത്തിന്റെ പണി കഴിഞ്ഞതാ, പക്ഷെ അതിന്റെ മതിൽ ഇപ്പോഴും ഇടിഞ്ഞു കിടക്കുകയാണ്. ഇന്നും പകൽക്കാലം ഹല്ലേലൂയ അവൻ ആലയമെന്ന അവൻ നമ്മുടെ പണി കഴിഞ്ഞതാ. അവൻ നമ്മുടെ പർച്ചേസിംഗ്, നമ്മുടെ റിഡംഷൻ, അവൻ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ആത്മാവിന്റെ റിഡംഷൻ കഴിഞ്ഞതാ. പക്ഷെ അവൻ അതിനെ ചുറ്റും കവർ ചെയ്യുന്ന മതിൽ ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, അവൻ ആലയം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ സംരക്ഷിക്കുന്ന ഒരു മതിലും കൂടെ അവൻ ഇന്ന് പകൽക്കാലം അവൻ കെട്ടി പണിതേ മതിയാകത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. നെഹമ്യാവ് അത് കേട്ടിട്ട് എന്താ ചെയ്തേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞു, ഓ എന്നാ ചെയ്യാനാ, ആർക്കും ബോധനേഷൻ ഇല്ല, പിന്നെന്താ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ സഭയുടെ അവസ്ഥ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ പറയുമോ, പാസ്റ്ററിനില്ലാത്ത ഭാരം നമുക്ക് എന്നാത്തിന്, അത് അങ്ങനെ കിടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കുടുംബജീവിതം ഇടഞ്ഞു കിടക്കുകയാണെങ്കിൽ സഹോദരിമാര് പറയും, അച്ചായനില്ലാത്ത ഭാരം എനിക്ക് എന്നാത്തിനാ, അതങ്ങനെ കിടക്കട്ടെ. Praise the Lord. Hallelujah. പക്ഷെ നെഹമ്യാവ് ആ കൂട്ടത്തിലുള്ളവനല്ല. അവനെ വാർത്ത കേട്ടപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചും കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയായി. ആമേൻ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം നിന്റെ ആത്മീയ ജീവിതത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതിനെ നോക്കി ക്രിട്ടിസൈസ് ചെയ്യാതെ, അതിനെ നോക്കി പുറുപുറുക്കാതെ, അതിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് റെഡിയാകും? Praise the Lord. ആമേൻ. നെഹമ്യാവ് അതിന് റെഡിയായി. അതിന്റെ അകത്ത് ഹല്ലേലൂയ അവൻ പുരോഹിതന്മാർ ഇല്ലാഞ്ഞിട്ടല്ല, ആ കൂട്ടത്തിൽ അവൻ നല്ല ശ്രേഷ്ഠന്മാർ ഈ നെഹമ്യാവിനെക്കാട്ടി അവൻ ക്വാളിറ്റി ഉള്ളവർ അനേകം ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നെഹമ്യാവിന് ആ ചിന്തയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവൻ നെഹമ്യാവിന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാമോ? അവൻ 1-ാം അധ്യായം 1-11 വായിച്ചു. ലാസ്റ്റ് ഭാഗം, ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ അന്നത്തെ കാലഘട്ടത്തിൽ കപ്പേറർ എന്നുണ്ടെങ്കിൽ പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ പൊസിഷൻ. ആമേൻ. അവിടെയുള്ള ഏറ്റവും വലിയ പ്രധാനമന്ത്രിയെക്കാട്ടി വലിയ പൊസിഷന്. കാര്യം ഇവനെ രാജാവിന് ഭക്ഷണവും അല്ലെങ്കിൽ കുടിക്കുന്ന കാര്യം ടേസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. രാജാവിന് ഏറ്റവും വിശ്വസ്തൻ ഇവനെ കഴിഞ്ഞുള്ളൂ മറ്റുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നെഹമ്യാവേ, നീ അബദ്ധവശാലല്ല പാനപാത്രവാഹകന്റെ പൊസിഷൻ
പൊസിഷനിൽ അവൻ ഇരിക്കുന്നത്. അവൻ നിന്റെ അകത്ത് ദൈവ രാജ്യത്തെ കുറിച്ച്, അവൻ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് ഒരാത്മഭാരം ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് ഏറ്റവും വിശ്വസ്തമായ ഒരു മേഖലയിലായിരിക്കും. കാര്യം നിന്നിലൂടെ ദൈവത്തിന്റെ പദ്ധതിയെ നിറവേറ്റാൻ പറ്റത്തുള്ളൂ. Praise the Lord. Hallelujah. നെഹമ്യാവ് പറഞ്ഞിട്ട് പിന്നെ ഒരു കൂട്ടം യെരൂശലേമിലേക്ക് അവൻ മതിൽ പണിയാൻ അവൻ രാജാവ് അയച്ചത്. Praise the Lord. Hallelujah. ചെറിയ കാര്യമൊന്നുമല്ല. അവിടെ ഒരു മന്ത്രി വന്ന് പറഞ്ഞ ചിലപ്പോൾ രാജാവ് കേട്ടെന്ന് വരത്തില്ല. അവൻ ഏറ്റവും മിടുക്കം വന്ന് ശാസ്ത്രിമാർ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാജാവ് കേട്ടെന്ന് വരത്തില്ല. ഒരു രാജാവിന് ഏറ്റവും വിശ്വസ്തനും പ്രിയപ്പെട്ടവനുമായിട്ട് ഒരുവൻ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം നിന്നെയും എന്നെയും ആക്കിയിരിക്കുന്ന ദേശത്ത് അവൻ ദൈവത്തിനെ കുറിച്ച്, ദൈവ രാജ്യത്തെ കുറിച്ച്, അവൻ ദൈവ സുവിശേഷത്തിനെ കുറിച്ച് ഒരു ഭാരം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ ചില ഉന്നത സ്ഥാനങ്ങളിലേക്ക് എന്റെ ദൈവം ഉയർത്തി. നിന്നിലൂടെ ദൈവത്തിന്റെ പദ്ധതികളെ നിറവേറ്റുന്ന ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്യുവാൻ ശക്തനത്രേ. Praise the Lord. നെഹമ്യാവ് വാർത്ത കേട്ടപ്പോൾ അവൻ കരഞ്ഞു. ആമേൻ. Praise the Lord. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവരാജ്യത്തെ കുറിച്ച്, അവൻ ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച്, അവൻ സുവിശേഷീകരണത്തെ കുറിച്ച് ഒരു ഭാരം നിന്റെ അകത്തുണ്ടെങ്കിൽ, Praise the Lord. Hallelujah. ദൈവം നിന്നെ ചില ഉന്നത സ്ഥലങ്ങളിലേക്ക് ഉയർത്തും. Praise the Lord. Hallelujah. അല്ലാതെ നിന്നെ ഉന്നത സ്ഥലങ്ങളിലേക്ക് ഉയർത്തി അവൻ നിന്റെ ജീവിത കാര്യങ്ങൾ നടത്തുവാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പൈതൽ നീ അവൻ ഉയരാൻ പോകുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പണിക്ക് വേണ്ടി ദൈവത്തിന്റെ പക്ഷം ചേർന്ന് ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റുവാനുള്ള ഒരു ആത്മഭാരം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ ക്വാളിഫിക്കേഷൻ ദൈവത്തിന് വിഷയമല്ല, നിന്റെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല. ദൈവം നിന്നെ അവൻ ആർക്കും എത്താൻ പറ്റാത്ത രാജാവിന്റെ വിശ്വസ്ത കരങ്ങളിലേക്ക് നിന്നെ ഉയർത്തി. നിന്നിലൂടെ ദൈവം ചില വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ ശക്തനായ ദൈവം. Praise the Lord. Hallelujah. ഒരുവിധമൊക്കെ വിശ്വാസ ജീവിതം പോരാടാതെ തട്ടിമുട്ടിയൊക്കെ പോകുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല. Praise the Lord. ലോകത്തോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ജീവിത സാഹചര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യുന്നവർക്ക് ഇത് കുഴപ്പമൊന്നും സാരമൊന്നും ഇതങ്ങ് ഇഗ്നോർ ചെയ്യാം. പക്ഷേ യഥാർത്ഥമായി ആത്മഭാരത്തോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതൽ നീ പോരാടുന്നവനായിരിക്കണം, നീ പോരാടാൻ റെഡി ആയിരിക്കണം. Praise the Lord. Hallelujah. അവൻ നെഹമ്യാവ് ചെയ്തത് അവൻ പ്രാർത്ഥനയിൽ പോരാടി. Praise the Lord. Hallelujah. വായിച്ചാട്ടെ. 2 ആയുധങ്ങളാണ് പോരാടുന്നതിനായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 ആയുധങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, പിന്നെയോ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അതെന്തോ ഈ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതെന്തുവാ? Praise the Lord. Hallelujah. അതായത് പൗലോസ് അപ്പോസ്തലന് നേരെ വരുന്ന ഒരു വിശ്വാസത്തിന് നേരെ വരുന്ന ഒരു പോരിനെ പൗലോസ് അപ്പോസ്തലൻ പോരാടുന്നത് തന്റെ ജഡത്തിന്റെ ശക്തിയാലല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുള്ള ഒരു ആയുധം ഉപയോഗിച്ചാണ്. Praise the Lord. 2 ആയുധത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഞാൻ എന്റെ മെസ്സേജ് പൂർത്തീകരിക്കാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. 1 പ്രാർത്ഥന. Praise the Lord. 2 ദൈവത്തിന്റെ വചനം. ഈ 2 ആയുധം നിന്റെ പക്കലുണ്ടോ? 1 മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, 2 നിന്റെ പക്കലുണ്ടോ? ഹല്ലേലൂയ. നീ പോരാട്ടത്തിൽ അന്ത്യജയം നിനക്കായിരിക്കും. Praise the Lord. Hallelujah. വായിച്ചാട്ടെ എഫേസ്യർ 6:18. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിക്കും. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിക്കുക. Praise the Lord. ജാഗരിക്കുക എന്നുള്ള വാക്കിന് യഥാർത്ഥ അർത്ഥം ടു ബി സ്ലീപ്ലെസ്, അതായത് ഉറക്കമില്ലാത്ത അവസ്ഥ. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ ഗ്രീക്ക് പദത്തിന്റെ ട്രാൻസ്ലേഷൻ, ഉറക്കമില്ലാത്ത അവസ്ഥ. Praise the Lord. Hallelujah. പൗലോസ് അപ്പോസ്തലൻ പറയുക അവൻ എല്ലാ ആയുധങ്ങളൊക്കെ നിങ്ങൾ ധരിച്ചു.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശിരസ്ത്രമുണ്ട്, ആമേൻ. അരയ്ക്ക് കച്ചയുണ്ട്, ആമേൻ. കവചമുണ്ട്, ആമേൻ. പരിചയമുണ്ട്, ആമേൻ. കാലിൽ ചെരുപ്പുണ്ട്. എല്ലാ 6 ആയുധവർഗ്ഗങ്ങളും നീ ധരിച്ചെങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കാത്തവനാണോ, നിനക്ക് ഒരു കാലത്ത് ജയിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേൻ നമ്മുടെ ആമേൻ ജീവിത ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് ദൈവസന്നിധിയിലോട്ട് എഴുതി വെക്കുന്ന പരിപാടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ദൈവമായിട്ടുള്ള ഒരു ആത്മബന്ധം, ദൈവമായിട്ട് ആമേൻ ആമേൻ നടത്തുന്ന നിന്റെ ആശയ വിനിമയത്തെ ആമേൻ ഞാൻ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് നിനക്ക് ദൈവസന്നിധി ശക്തിയുള്ള ഒരു ആയുധമാണ്. Praise the Lord. Hallelujah. വായിച്ചാട്ടെ നെഹമ്യാവ്. ഞാൻ വീണ്ടും നെഹമ്യാവിന്റെ ആമേൻ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചു വരാം. നെഹമ്യാവ് 2:17-18 വാക്യങ്ങൾ. അനന്തരം ഞാൻ അവരോട് യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തു കിടക്കുന്നതായിട്ട് അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുകയും നാം ഇനിയും നിന്നാപാത്രമായി ഇരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടും. 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അനന്തരം ഞാൻ അവരോട് യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവിൻ, നാം ഇനിയും നിന്ന പാത്രമായിരിക്കാൻ തക്കവണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ മതിൽ പണിയേണ്ട ഒന്നാമത്തെ ആവശ്യം എന്താണെന്ന് അറിയാമോ? ഈ മതിലില്ലാത്തതുകൊണ്ടാണ് നിന്നാപാത്രമായത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലെ, നീ നിന്നാപാത്രമായി സമൂഹത്തിന്റെ മുമ്പിലും ആമേൻ ദൈവ മക്കളുടെ മുമ്പിൽ നീ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിഞ്ഞോ, നിന്റെ മതിൽ ഇന്നും പകൽക്കാലം ഹല്ലേലൂയ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മതിൽ ആമേൻ ആമേൻ പെർഫെക്റ്റ് ആയിട്ട് പണിയപ്പെട്ട അവസ്ഥയാണ്. നിന്നെ ഒരിക്കലും നിന്ദിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നെഹമ്യാവ് പറയുന്നത്, ഈ നിന്ന നമുക്ക് അകറ്റണമെങ്കിൽ നീ നമുക്ക് ഈ മതിൽ പണിഞ്ഞേ മതിയാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ദൈവത്തിന്റെ പൈതലെ, നീ നിന്റെ ആത്മീയ മതില് ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഇന്ന് പകൽക്കാലം അതിനെ റീബിൽഡ് ചെയ്യാൻ നീ റെഡി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവർ എല്ലാവരും ഏകമനസ്സോടെ ആമേൻ മതിൽ പണി സ്റ്റാർട്ട് ചെയ്തു. ഇനി വായിച്ചാട്ടെ അതിന്റെ ആമേൻ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാരെ നിന്ദിക്കുവാൻ പോകുന്നു. അവരെ സമ്മതിക്കുമോ? അവരെ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തു കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പെട്ടാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കർമ്മത്തിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മതിൽ പണി ആരംഭിച്ചതേ ഉള്ളൂ, ശത്രു അവിടെ എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിന് വേണ്ടി ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ അവൻ വിളിക്കപ്പെട്ട ഞാനും നീ റെഡിയാകേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? നീ മതില് പണിയുടെ അവൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് കട്ട അങ്ങോട്ട് എടുത്തു വെക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ശത്രു ഉയരും. പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. നിന്നെ അകറ്റുവാനായിട്ട്, നിന്നെ സംരക്ഷിക്കുവാൻ നീ മതിൽ പണി റെഡിയായി. മതിൽ പണിക്ക് ആമേൻ നിന്റെ കാര്യങ്ങൾ ഒന്ന് തുടങ്ങി വെച്ചപ്പോൾ അവിടെ വേണ്ട കിടക്കുന്നു സൻബല്ലത്തും തോബിയാവും ആമേൻ അവൻ അതിനെതിരെ കോപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെ കോപിച്ച സൻബല്ലത്തിനോടും തോബിയാവിനോടും നെഹമ്യാവ് തിരിഞ്ഞു കോപിക്കാൻ റെഡിയായില്ല. നെഹമ്യാവ് ചെയ്ത വാർത്തയാമൻ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി.
ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കാൻ. 5-ാമത്തെ വാക്യം, അവരുടെ അകൃത്യം മറക്കരുതേ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ തന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദിക്കുന്നവരോട് പോരാടുവാൻ അവൻ ജഡത്തിൽ പോരാടുവാൻ റെഡിയാകാതെ താൻ ദൈവസന്നിധി ശക്തിയുള്ള തന്റെ പ്രാർത്ഥന എന്നുള്ള ആയുധം എടുത്തു. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്നവൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ നിന്റെ മുമ്പിൽ നിന്നെ നിന്ദിക്കുവാനായിട്ട് ശത്രു പല പദ്ധതികളുമായിട്ട് വരുമ്പോഴും അതിന്റെ മുമ്പിലൊക്കെ നീ ആശ്രയിക്കേണ്ടത് ഒന്നാമത്തെ ആയുധം പ്രാർത്ഥന എന്നുള്ള ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും സഭയ്ക്കകത്താണെങ്കിലും ഹല്ലേലൂയ നിന്ദയുടെ അവസ്ഥ മാറ്റുവാനായിട്ട് പ്രാർത്ഥനയുടെ മതിൽ കെട്ടി പോക്കുവാനായിട്ട് നീ റെഡിയെങ്കിൽ ഹല്ലേലൂയ നിന്ദിക്കുന്നവരോട് പോരാടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥന എന്നുള്ള ആയുധം എടുത്ത് നീ മുമ്പിൽ നിൽക്കുമെങ്കിൽ നിന്റെ പുറകെ ഉള്ളവർക്ക് അതൊരു ഉത്സാഹമായിരിക്കും. മനസ്സിലായോ? നെഹമ്യാവ് അവിടെ ജഡത്തിൽ നിന്ന് അവരോട് അവർ നിന്ദിച്ചതിന് തിരിച്ചു നിന്ദിക്കാതെ അവൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ കൂടെ നിന്ന യഹൂദന്മാർക്ക് ആ പ്രാർത്ഥന ഒരു ഉത്സവമായി അവൻ ശക്തിയോടെ വീണ്ടും മതിലിന്റെ പണി കണ്ടിന്യൂ ചെയ്യുക ചെയ്തു. Praise the Lord. പകൽക്കാലം നിന്റെ പ്രാർത്ഥന ചിലവർക്ക് ചില മാറ്റങ്ങൾ വരുത്തും. Praise the Lord. Hallelujah. Amen. Hallelujah. അവൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ അവൻ പരാതി പറയാതെ ജഡത്തിൽ പോരാടുന്ന നീ ദൈവസന്നിധി ശക്തിയുള്ള ഏകനായിരിക്കാം, നിന്റെ കൂടെ ആരും ഇല്ലെന്നിരിക്കാം, പക്ഷേ നീ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അനേകരുടെ മേൽ ഒരു ഉത്സാഹമായി ഒരു ശക്തിയായി വ്യാപരിച്ച അവൻ നിന്റെ കൂടെ ചേർന്ന് പതിൽ പഠിക്കുന്ന നിനക്ക് കൈത്താങ്കൾ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ പ്രാർത്ഥനയുടെ വെളിപ്പെടാൻ പോകുകയാണ്. Praise the Lord. Hallelujah. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. അങ്ങനെ എന്ത് സംഭവിച്ചു? ഉണ്ടായിരുന്ന മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. ഇനി വായിച്ചാട്ടെ നെഹമ്യാവ് 4:7-8. യെരൂശലേമിന്റെ മതിലുകൾ തീർന്നു വരുന്നു എന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സൻബല്ലത്തും തോബിയാവും അരാബിയരും അമ്മോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ അവർക്ക് മഹാകോപം ജനിച്ചു. യെരൂശലേമിന്റെ നേരെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ചുകൂടി കൂട്ടുകെട്ടുണ്ടാക്കി. മതിൽ പണി തുടങ്ങിയപ്പോൾ ചിലര് നിന്ദിക്കാൻ മാത്രം റെഡിയായി. ഇപ്പൊ മതിലിന്റെ അവസ്ഥ എത്രയാ? പകുതി പൊക്കം എത്തിയപ്പോൾ അവൻ നിന്നുകൊണ്ട് നിർത്താൻ റെഡിയല്ല, അവർ നീയുമായിട്ടൊരു യുദ്ധത്തിന് റെഡിയായിരിക്കും. Praise the Lord. Hallelujah. സ്ലീപ്ലെസ് ആയിട്ട് ദൈവസ്ഥാനത്തിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ ദൈവമക്കളെ നിങ്ങളോട് പറയുന്നത്. നിന്റെ പ്രാർത്ഥന ഇന്നും നാളെയും കൊണ്ട് നിർത്തേണ്ട പ്രാർത്ഥനയല്ല. വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ വ്യത്യസ്തമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ പ്രാർത്ഥന ഇന്നും നാളെയും മറ്റന്നാൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. കാര്യം ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ശത്രു ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതുന്ന ഒരു അലറുന്ന സിംഹം പോലെ അവൻ ചുറ്റി നടക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിനക്ക് ഉറക്കമില്ലാത്ത പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Praise the Lord. Hallelujah. Amen. Hallelujah. അവിടെ ശത്രു സൻബല്ലത്തും തോബിയാവും മറ്റു ശത്രുക്കളും മതിൽ പണിയുടെ പ്രോഗ്രസ് കണ്ട് അവർക്ക് കോപം വന്ന് അവർ യുദ്ധത്തിന് വന്നപ്പോൾ വീണ്ടും നെഹമ്യാവ് എന്ത് വെച്ചത്? 9-ാമത്തെ വാക്യം വായിച്ചു. ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരാക്കേണ്ടി വന്നു. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവിടെ വിളിച്ചു പറയുന്ന നെഹമ്യാവ് വീണ്ടും ഒരു ജഡയുദ്ധത്തിന് തയ്യാറാവാതെ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ റെഡിയായി. അതുകൊണ്ട് നിർത്തിയില്ല. അവരെന്താ ചെയ്തത്? രാവും പകലും അവർ കാവൽക്കാരെ ആക്കേണ്ടി വന്നു. എന്തുകൊണ്ടാക്കേണ്ടി വന്നു? ഈ ശത്രു നിമിത്തം. Praise the Lord. ഒരിക്കലായി ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലേഖനം എഴുതുവാൻ ഹല്ലേലൂയ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദാപ്പോസ്തലൻ പറയുകയാണ്,
അവൻ നീയും വിളിക്കപ്പെട്ട ഞാനും നീയും അവൻ എന്നെയും നിനക്കും എതിരായി പോരാടുന്ന ഒരു ശത്രു ഉണ്ടാകും. ഹല്ലേലൂയ. ആ ശത്രുവിനെ നിനക്ക് ജയിക്കണമോ? ഒന്നാമത് നീ പ്രാർത്ഥിക്കുന്നവളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന 1-2 ദിവസം കൊണ്ട് തീർക്കേണ്ട പ്രാർത്ഥനയല്ല. അവൻ നിന്റെ പ്രാർത്ഥനയിൽ നീ ഒഴുക്കുന്ന കണ്ണുനീരുകൾ 1-2 ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല. ഹല്ലേലൂയ. ഡേ ആൻഡ് നൈറ്റ് സ്ലീപ്ലെസ് ആയിട്ട് അവൻ വിജയം കാണുന്നത് വരെ, ആ മതിൽ പണി പൊക്കം തീരുന്നത് വരെ, നീ സുരക്ഷിതമായി അവൻ അതിനകത്തായിരിക്കുന്നത് വരെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരിച്ചുകൊണ്ട് രാവും പകലും ഹല്ലേലൂയ ഒരു കാവൽക്കാരനെ പോലെ നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ജോലി മേഖലയ്ക്ക് വേണ്ടി നീ രാവും പകലും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. Praise the Lord. ആമേൻ. നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവം നിശ്ചയമായി മറുപടി തരും. Praise the Lord. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന അപ്രകാരം ഒരു പ്രാർത്ഥനയായിരുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 20:1-10 എല്ലാം ഒന്നും ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് ഞാൻ അതങ്ങ് പറയാം. ഹല്ലേലൂയ. ഹിസ്കിയാവിന് മരണകരമായ ഒരു രോഗം പിടിപെട്ടു. ഹല്ലേലൂയ. അവൻ മരിക്കുമെന്ന് അവൻ ഓൾമോസ്റ്റ് എല്ലാം കാര്യങ്ങളെല്ലാം തീർന്നു. അവൻ അവസ്ഥയിലേക്ക് വന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ ഗ്രഹകാര്യം സ്ഥിരപ്പെടുത്തിയില്ലെങ്കിൽ, അതിനെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ നീ ഡെഫിനറ്റ് ആയിട്ട് മരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഹിസ്കിയാവ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? അവൻ മതിലിലേക്ക് അവൻ തന്റെ മുഖം തിരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആമേൻ. മതിലിലേക്ക് അവൻ തലചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹല്ലേലൂയ പേഴ്സണലായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രാർത്ഥന എനിക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ, ആ പ്രാർത്ഥന മാത്രം ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. അതിന്റെ 20:3 ഒന്ന് വായിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഒരു ദൂതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. അവൻ നിനക്ക് കർത്താവ് ആയുസ് തന്നിരിക്കുമ്പോൾ, നിനക്ക് ആരോഗ്യം തന്നിരിക്കുമ്പോൾ, നിനക്ക് സമ്പത്ത് തന്നിരിക്കുമ്പോൾ, ആയ കാലത്ത് നീ എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രസാദകരമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് ഒരു കാലത്തും അത് മറക്കാതെ ഇന്ന് പകൽക്കാലം നീ ഒരു നശിക്കുന്ന അവസ്ഥയിലും അവൻ നിനക്ക് നിന്റെ ദൈവത്തോട് പറയാൻ, കർത്താവേ അന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് ഓർത്ത് ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ അയക്കണമേ. Praise the Lord. Hallelujah. പകൽക്കാലം അവൻ നിനക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നീ ചെയ്യാൻ റെഡിയായിരിക്കണം. കാര്യം നാളെ ഒരു കാലത്ത് നിനക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകും. Praise the Lord. Hallelujah. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം എങ്ങനെയാ കൊടുത്തത്? ഒന്ന് വായിച്ചാട്ടെ. അതിന്റെ 5. നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ ആമേൻ കരഞ്ഞുകൊണ്ട് ആമേൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ള ആയുധമായ പ്രാർത്ഥനയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയും, ഹിസ്കിയാവേ നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും ഞാൻ കണ്ടു എന്ന് സൈന്യങ്ങളുടെ ദൈവമായി യഹോവ വിളിച്ചു പറഞ്ഞു. അവൻ അതിന് ഹിസ്കിയാവ് ചോദിച്ചു, നീ എന്റെ പ്രാർത്ഥന കേട്ടതിന് അടയാളമായി നീ ഒരു കാര്യം ചെയ്യണമെന്ന്. അവൻ യഹോവ നീ എന്ത് ചെയ്യണം? ഞാൻ നിഴലിനെ 10 അടി മുന്നോട്ടോ 10 അടി പുറകോട്ടോ അവൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു 10 അടി മുന്നോട്ട് വേണ്ട, 10 അടി പുറകോട്ടാക്കണം എന്ന് പറഞ്ഞ് അവൻ ഹിസ്കിയാവ് ഇതിനൊരു പല വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഒരു വ്യാഖ്യാനം മാത്രമാണ് ഞാൻ പറയുന്നത്. ഹിസ്കിയാവ് താമസിച്ചിരിക്കുന്ന ഹിസ്കിയാവിന്റെ കൊട്ടാരത്തിൽ വലിയൊരു തൂണുണ്ടായിരുന്നു. ആ തൂണിന്റെ താഴെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സൂര്യന്റെ പ്രകാശം ഈ തൂണിന്മേൽ അടിക്കുമ്പോൾ അവൻ സമയം പോകുന്നതിനനുസരിച്ച് ഈ നിഴല് ഓരോ പടിയിലേക്ക് അല്ലേ നമ്മുടെ നിഴല് വലുതാകത്തില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു റഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പറയാം. അത് എക്സാക്ട് അല്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ ചുമ്മാ ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുക. അവൻ ഓരോ സ്റ്റെപ്പ് കവർ ചെയ്യാനായിട്ട് 1/2 മണിക്കൂർ എടുക്കുന്നിരിക്കട്ടെ. അതായത് തൂണിങ്ങനെ ഇരിക്കുന്നു, ഇവിടെ സൂര്യന്റെ നിഴലടിക്കുന്നു. അപ്പം ദൈവം പറഞ്ഞു ഞാൻ നിഴലെ 10 അടി പുറകോട്ട്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഓരോ അടി സ്റ്റെപ്പിലേക്ക് നിഴല് വീഴാൻ 1/2 മണിക്കൂർ എടുക്കുന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ 10 അടി പോകാൻ എത്ര മണിക്കൂർ വേണം?
5 ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തു. Praise the Lord, hallelujah. ആരാണ്ട് 2.5 മണിക്കൂറിലൊക്കെ മാറ്റി പറഞ്ഞു. Praise the Lord, hallelujah. അതായത് 5 മണിക്കൂർ അവൻ മുന്നോട്ട് പോയ നിഴലിനെ പുറകോട്ട് എത്തിക്കാമെന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് സംഭവിക്കുക തന്നെ ചെയ്തു. Praise the Lord, hallelujah. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം hallelujah 5 മണിക്കൂർ മുന്നോട്ട് പോയ സംഭവങ്ങളെല്ലാം വീണ്ടും പുറകോട്ട് പോയി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 6 മണിക്ക് അലാറം അടിച്ച് പല്ല് തേച്ച് ഞാൻ മുഖമൊക്കെ കഴുകി കുഞ്ഞുങ്ങളെ ഒരുക്കി ഞാൻ വണ്ടി കയറി ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആയിരിക്കുന്ന ഞാൻ ഇപ്പോഴും ബെഡേ കിടക്കുക. പിടികിട്ടിയോ? Praise the Lord, hallelujah. രാവിലെ ഓഫീസിൽ പോകാനായിട്ട് മുസഫയ്ക്ക് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത് സലാം ട്രാഫിക് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് മക്ത എല്ലാം കഴിഞ്ഞ് മുസഫയിലൊക്കെ കയറിയാൽ ചെന്നവൻ ഇപ്പോഴും സലാമിലെ ട്രാഫിക്കിൽ കിടക്കുകയാണ്. പിടികിട്ടിയില്ല. Praise the Lord, hallelujah. ഇന്ത്യയിലേക്ക് പറക്കുവാനായിട്ട് എമിഗ്രേഷനിലേക്ക് കയറി ചെന്ന് കസ്റ്റംസും ക്ലിയറൻസും ചെക്കിനെല്ലാം കഴിഞ്ഞ് സീറ്റ് ബെൽറ്റ് ഇടാൻ ഇരിക്കുന്നവൻ ഇപ്പോഴും എമിഗ്രേഷന്റെ ക്യൂവിൽ നിൽക്കുന്നതേ ഉള്ളൂ. Praise the Lord. Praise the Lord, hallelujah. ഇന്ന് പകൽക്കാലം എന്റെ ദൈവം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സംഭവിച്ച കാര്യങ്ങളെ പുറകിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്കെതിരായി വിധി എഴുതിയ ചില വിധികളെ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം പുറകിലേക്ക് കൊണ്ടുവരാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? ചില ടെർമിനേഷൻ ലഭിച്ചവരായിരിക്കാം. ഇത് പകൽക്കാലം ആ ടെർമിനേഷന്റെ പേപ്പർ ഇതുവരെ നിന്റെ ബോസ് സൈൻ ചെയ്തിട്ടില്ല. Amen, hallelujah. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ സ്കാൻ റിപ്പോർട്ടിൽ നിനക്ക് ചിലപ്പോൾ ക്യാൻസർ എന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പ് ചെയ്തെങ്കിൽ ഇപ്പോൾ എന്റെ ദൈവം ആ സ്കാൻ റിപ്പോർട്ടിനെ വീണ്ടും സ്കാനിങ്ങിലേക്ക് ഒരിക്കൽ കൂടെ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അതിന്റെ റിസൾട്ട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് ആക്കിയ ദൈവം തീർപ്പാൻ എന്റെ ദൈവം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. Oh Jesus. Praise the Lord. Amen, hallelujah. ഇതിന്റെ അകത്ത് ചില ടെസ്റ്റുകൾ എഴുതി, അവസാനത്തെ ടെസ്റ്റുകളും എഴുതി. ആമേൻ, ഹല്ലേലൂയ. വീട്ടിലേക്ക് മടങ്ങിപ്പോയവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം അവസാനത്തെ ടെസ്റ്റിനെ ഒരിക്കൽ കൂടെ റീഡു ചെയ്യുവാനുള്ള ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ പോകുകയാണ്. ആമേൻ. ഒരിക്കലായി ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവസ്ഥതയിൽ കോട്ടകൾ ഇടിപ്പാനുള്ള ദൈവത്തിന്റെ ശക്തിയുടെ ആയുധമായ പ്രാർത്ഥനയുടെ ശക്തി. ഹിസ്കിയാവേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും ഞാൻ കണ്ടു. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സോളാർ സിസ്റ്റത്തെ പോലും തിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിന്റെ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ നിമിഷത്തിൽ ചെയ്തു പോയ അല്ലെങ്കിൽ ഒരു പ്രത്യേക തീരുമാനത്തിൽ ഒരു അബദ്ധത്തിൽ നിന്റെ ജീവിതത്തിൽ വലിയ നഷ്ടം സംഭവിച്ച ആ നിമിഷത്തെ എന്റെ ദൈവം ഇന്ന് പകൽക്കാലം തിരിച്ച് ആ നിമിഷത്തിലേക്ക് എടുക്കാൻ പോകുന്ന തീരുമാനത്തിന് മുമ്പ് നീ ഏത് അവസ്ഥയായിരിക്കുന്നു അതിലേക്ക് എന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്നെ മടക്കിക്കൊണ്ടുവന്നു. അതിനകത്തൊരു വലിയ വിജയത്തെ എന്റെ ദൈവത്തിന് ചെയ്യുവാൻ ശക്തിയുള്ള ദൈവത്തെ നീ ഇന്ന് പകൽക്കാലം സേവിക്കും. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. ജാഗരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. രണ്ടാമത്തെ ആയുധം പെട്ടെന്ന് ആകെ 10 മിനിറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. എഫേസ്യർ 6:18 സോറി 6 അല്ലല്ല 13 നോക്കി 13 വാക്യം. മുന്നോട്ട് സോറി വാക്യം ഓർത്തില്ല. നിങ്ങളുടെ അരയ്ക്ക് സത്യവും കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. അടുത്ത സമാധാന സുവിശേഷത്തിലെ ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അടുത്തത് എല്ലാറ്റിനും ഇത് ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. അടുത്തത് രക്ഷ എന്ന ശിരസ്സും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുക.
Praise the Lord. Hallelujah. ആമേൻ. മറ്റ് 5 വെപ്പൺസും ആദ്യം പറഞ്ഞ 5 എണ്ണം ഹല്ലേലൂയ ഒരു ഡിഫെൻസീവ് വെപ്പൺസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് വെപ്പൺസ് ആണെങ്കിൽ ഒരൊറ്റ എണ്ണമാ അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഒഫെൻസീവ് വെപ്പൺ ആയിട്ടുള്ള ദൈവത്തിന്റെ വചനം. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ നിനക്കെതിരായി വരുന്ന പോരുകളെ അവൻ അതിനെ നിന്ന് തടുത്ത് എങ്ങനെയെങ്കിലും അതിനുമായിട്ടൊന്ന് അവൻ തടുത്ത് നിന്ന് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനാണെങ്കിൽ നിനക്ക് 5 എണ്ണം കൊണ്ട് മതി. പക്ഷെ അതിന്റെ മേൽ അതിനെ വെട്ടി അതിന്റെ കെട്ടുകളെ അഴിച്ച് അതിന്റെ മേൽ ഒരു ജയമെടുക്കണമോ നിന്റെ അകത്തിന്റെ നിനക്ക് അവൻ ദൈവ വചനമെന്ന ആത്മാവിന്റെ വാള് നിന്റെ അകത്ത് കൂടിയേ മതിയാകത്തുള്ളൂ. Hallelujah. Praise the Lord. യേശു ആമേൻ ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു എടുത്തൊരു ഒറ്റ വാള ദൈവത്തിന്റെ വചനമെന്ന വാൾ. വേറെ ഏത് വാളെടുത്തെങ്കിലും ഏത് ആയുധം എടുത്തെങ്കിലും യേശു കർത്താവ് പരാജയപ്പെട്ടു പോയാലേ. പക്ഷെ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് സാത്താന്റെ പ്രലോഭനങ്ങളെ അവൻ ടെംപ്റ്റേഷൻസിനെ ഓവർകം ചെയ്ത് അവൻ ആ പോരിനെ നിനക്ക് ജയിക്കണമോ നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം വേണം. ഓ പ്രൈസ് ദി ലോർഡ്. വായിച്ചാൽ 2 തിമോത്തിയോസ് 3:16. എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസിയുമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയും വകപ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസ്യമാകയാൽ. Praise the Lord. All scripture is given by the inspiration of God. ഇൻസ്പിറേഷൻ എന്നുള്ള വാക്കിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് തിയോപ്നിയോസ്റ്റോസ്. തിയോ എന്ന് വെച്ചാൽ ഗോഡ്, നിയോസ്റ്റോസ് എന്ന് വെച്ചാൽ ബ്രത്ത്. മലയാളത്തിൽ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ അങ്ങനെ വരാറില്ല, പക്ഷെ മലയാളത്തിൽ നമ്മൾ വളരെ കറക്റ്റാണ്. ദൈവശ്വാസ്യം. എല്ലാ തിരുവഴുത്തും എല്ലാ ദൈവത്തിന്റെ വചനവും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ശ്വാസമാണ്. Praise the Lord. നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിൽ അവൻ ആ വചനം പറയുമ്പോൾ പുറത്തോട്ട് വരുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ ശ്വാസം. ദൈവത്തിന്റെ ശ്വാസത്തിന്റെ 2 കാര്യങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഞാൻ അതിനെ അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം 2:7. യഹോവയായ ദൈവം തലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. Praise the Lord. Hallelujah. ഒന്നാമത്തത് ദൈവശ്വാസത്തിന്റെ പ്രത്യേകത അത് ജീവനെ പകരും. Praise the Lord. Hallelujah. ദൈവത്തിന്റെ പൈതലെ നിന്റെ അകത്ത് അവൻ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന രണ്ടാമത്തെ ആയുധമായ ദൈവ വചനം നിന്റെ അകത്തുണ്ടോ? അവൻ ആ വചനം നീ പുറത്തേക്ക് റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കുന്ന ദൈവശ്വാസമുണ്ട് ദൈവത്തിന്റെ പൈതലെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ അതുകൊണ്ട് ലാസർ എഴുന്നേറ്റത്. Amen. Praise the Lord. Hallelujah. ചുമ്മാതല്ല ലാസർ 4 ദിവസമായിട്ട് മരിച്ച് നാറ്റം വെച്ച ലാസർ എഴുന്നേൽക്കണമെങ്കിൽ കാര്യം എന്താണെന്ന് അറിയാമോ? അവൻ യേശു കർത്താവിന്റെ അകത്തു നിന്ന് വന്നത് അവൻ ജീവനുള്ള ദൈവത്തിന്റെ ശ്വാസമാണ്. ആ ശ്വാസം അടിക്കുന്നിടത്ത് അവൻ മരിച്ചത് എഴുന്നേറ്റ് മതിയാകത്തുള്ളൂ. അത് 4 ദിവസം കഴിഞ്ഞ ലാസർ ആണെങ്കിലും ശരി അവൻ അസ്ഥി കൂമ്പാരങ്ങൾ കടന്ന് എസെക്കിയേലിന്റെ അസ്ഥികളുടെ താഴ്വരയാണെങ്കിലും ശരി ദൈവത്തിന്റെ ശ്വാസം അടിച്ചാൽ അവൻ മരിച്ച ലാസറെ മരിച്ച അസ്ഥി കൂടങ്ങളെ നിങ്ങൾ ജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. Praise the Lord. Amen. Hallelujah. ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം ഉണ്ടാകട്ടെ. അവൻ നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനം ശക്തിയോടെ വ്യാപരിക്കട്ടെ. അവൻ ഓരോ വചനം എടുത്ത് അവൻ ശത്രുവിനെ നോക്കി നിനക്കെതിരെ വരുന്ന പോരുകളെ നോക്കി അവൻ നീ കൽപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ജീവൻ അവൻ അതിലേക്ക് വ്യാപരിക്കുകയാണ്. നോക്കി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുക. അവന്റെ അടിപ്പിടരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനം നീ റിലീസ് ചെയ്യുമ്പോൾ നിന്റെ അകത്തുനിന്ന് ദൈവത്തിന്റെ ശ്വാസം അവന്റെ നിർജീവ അവസ്ഥകളുടെ മേൽ ജീവൻ പകരുകയാണ്. Praise the Lord. Amen. Hallelujah. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒന്നാമത് വചനം അകത്ത് വേണം. Amen.
അതുകൊണ്ട് സഭയായിട്ട് നമ്മൾ ബൈബിൾ ക്ലാസ് നിർബന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അകത്ത് വചനം ഉണ്ടെങ്കിൽ നിനക്ക് എവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് നീ പാസ്റ്ററിന് വേണ്ടി പാസ്റ്ററിന്റെ പുറകെ ഓടേണ്ട കാര്യമില്ല, പ്രവാചകന്റെ പുറകെ നീ പോകേണ്ട കാര്യമില്ല. നിന്റെ അകത്ത് വചനം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഏത് സാഹചര്യത്തെയും അവൻ അഭിമുഖീകരിക്കാനുള്ള ദൈവത്തിന്റെ വചനം നിന്റെ വായിൽ നിന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത് ദൈവത്തിന്റെ പെട്ടെന്ന് സമയം പെട്ടെന്ന് പോവാം. ഒന്നാമത് ദൈവത്തിന്റെ വചനം ജീവൻ പകരുന്നുവെങ്കിൽ രണ്ടാമത് വായിച്ചാട്ടെ 2 തെസ്സലോനിക്കർ 2:8. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായുടെ ശസ്ത്രത്താൽ ഒതുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. Praise the Lord, hallelujah. ഒന്നാമത് ദൈവത്തിന്റെ ശ്വാസം ജീവനെ പകരുന്നുവെങ്കിൽ രണ്ടാമത് ദൈവത്തിന്റെ ശ്വാസം ശത്രുവിന്റെ തലയെ തകർക്കുന്ന അവൻ ദൈവത്തിന്റെ ശക്തി അത്രേ. Praise the Lord. ഇത് പകൽക്കാലം അവൻ നിനക്കെതിരായി പോരടിക്കുന്ന ശത്രുവിന്റെ പ്രവർത്തികളെ അഴിപ്പാനായിട്ട് നിന്റെ അകത്തു നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനമെന്ന ദൈവത്തിന്റെ ശ്വാസം മതി ശത്രു ഇന്ന് പകൽക്കാലം അവൻ നിന്റെ മുമ്പിൽ മുട്ടുമടങ്ങും. Praise the Lord. ഞാൻ അധികമൊന്നും അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവൻ വായിച്ചാട്ടെ, അവൻ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1:11-12 വാക്യങ്ങൾ. ഞാൻ പെട്ടെന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യെരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ആമേൻ. യെരമ്യാവ് മറുപടി, ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യെരമ്യാവിനെ കുറിച്ച് ആമേൻ ദൈവത്തിന്റെ ആമേൻ ദൂത് 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേച്ച് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അർത്ഥം പിടികിട്ടും. 9-ാമത്തിലേക്കൊക്കെ ഞാൻ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്വാസ്യമായ ദൈവ വചനത്തിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. അതിന്റെ അകത്ത് പറയുന്നത് ആമേൻ യെരമ്യാവേ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ട്, യെരമ്യാവിന്റെ വായെ തൊട്ട് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഇതാ യെരമ്യാവിന്റെ പ്രത്യേകത. അതായത് യഹോവയുടെ വചനം അവന്റെ വായിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 11-ാമത്തെ വാക്യത്തിലേക്ക് തിരിച്ചു വന്നേ. Praise the Lord, hallelujah. യെരമ്യാവ് കണ്ടപ്പോൾ ഒരു ബദാം വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. Praise the Lord. നമ്മളാണെങ്കിലും ചിലപ്പോൾ കൊമ്പും മരമൊക്കെ കണ്ടെന്നിരിക്കും. ആമേൻ. യഥാർത്ഥത്തിൽ ബദാമിന്റെ കൊമ്പ് എന്നുള്ള വാക്കിന് അവൻ അവിടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മെക്കൽ ഷാക്കേദ് എന്നുള്ള വാക്കാണ്. അതിന്റെ അർത്ഥം ഹല്ലേലൂയ ഒരു വാച്ച്ഫുൾ ട്രീ അല്ലെങ്കിൽ ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊമ്പ്. Praise the Lord, hallelujah. അവൻ ഈ ബദാം മരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. അവൻ ശീതകാലമൊക്കെ കഴിഞ്ഞ് അവൻ പലസ്തീനിന്റെ പ്രദേശങ്ങളിൽ അവൻ ആദ്യം പൂവിടുന്ന വൃക്ഷമാണ് ബദാം വൃക്ഷം. Praise the Lord, hallelujah. ഒരു ജനുവരി മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് ബദാം വൃക്ഷം പൂവിടാൻ തുടങ്ങും. ഹല്ലേലൂയ. അവൻ മാർച്ച് ആവുമ്പോഴത്തേക്ക് അത് കായ്ക്കുക കൂടെ ചെയ്യും. ഹല്ലേലൂയ. മറ്റ് വൃക്ഷങ്ങളൊക്കെ അവൻ തളിർത്ത് പൂവിട്ട് കായ്ച്ചൊക്കെ വരുമ്പോൾ ചിലപ്പം ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആവുമ്പോഴും അതിന്റെ മധ്യത്തിൽ ബദാം വൃക്ഷം മാത്രം അവൻ മാർച്ച് മാസമാകുമ്പോൾ കായ്ച്ചിരിക്കും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഈ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അല്ല 12-ാമത്തെ വാക്യം, അടുത്ത വാക്യം. Praise the Lord, hallelujah. ബദാം വൃക്ഷം കണ്ട വെളിപ്പാടിൽ ബദാം വൃക്ഷം കണ്ട യെരമ്യാവേ നീ കണ്ടത് ശരി തന്നെ. നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനമുണ്ടെങ്കിൽ അവൻ ദൈവത്തിന്റെ വെളിപ്പാടുകൾ നീ കറക്റ്റ് ആയിട്ട് ചെയ്യും. അവൻ കാണുക തന്നെ ചെയ്യും. എന്താ കണ്ടതെന്നറിയാമോ? ഞാൻ എന്റെ വചനത്തെ അവൻ ഹല്ലേലൂയ പെർഫോം ചെയ്യുന്നതിന് ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കുമെന്ന ദൈവത്തിന്റെ ആത്മാവിലൂടെ വിളിച്ചു പറയുന്നത്. Praise the Lord. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം. നിന്റെ അകത്ത് ദൈവത്തിന്റെ വചനമുണ്ട്. ദൈവത്തിന്റെ ദൈവശ്വാസ്യമായ വചനം നിന്റെ അകത്തുണ്ടെങ്കിൽ അത് നീ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ദൈവം അതിനെ നിവർത്തീകരിക്കാനായിട്ട് അവൻ ജാഗരിച്ചുകൊണ്ട് വാച്ച്ഫുൾ ആയിട്ട് നിന്റെ പുറകെ എന്റെ ദൈവം കൂടെയുണ്ട്. Praise the Lord. കാര്യം നീ റിലീസ് ചെയ്ത ദൈവത്തിന്റെ വചനം അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാതെ മടങ്ങി വരത്തില്ല. Praise the Lord. ഇത് പകൽക്കാലം ഹല്ലേലൂയ
നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നുകൊണ്ട് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, നിങ്ങളെ തന്നെ മതില് കെട്ടി കാത്തു സൂക്ഷിക്കാതെയാണ് നിങ്ങൾ ഈ വചനം എടുത്ത് പുറകേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. തെറ്റായ ഡോക്ടറിനാണോ? തെറ്റായ ഡോക്ടറിനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കാതെയും വചനം പഠിക്കാതെയും ദൈവ പ്രമാണത്തിനനുസരിച്ച് അവൻ ദൈവിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കാതെ അവൻ ലോകത്തിന്റെ അവൻ അവസ്ഥയിൽ നീ നടക്കുകയാണെങ്കിൽ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ നിനക്ക് അധികാരമുണ്ടെങ്കിലും ചിലപ്പോൾ അത് നിന്നെ തിരിച്ചടിച്ചെന്നിരിക്കും. ഓക്കെ, എനിക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു അടി കിട്ടിയിട്ട് എൻ്റെ അടുത്ത് വാ. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ആമേൻ വിശ്വാസികൾക്ക് വേണ്ടി വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് പ്രബോധിച്ച് എഴുതേണ്ടതിന് ആമേൻ ഹല്ലേലൂയ യൂദാ അപ്പോസ്തലന്റെ കയ്യിൽ അവസാനമായി കൊടുത്ത ലേഖനത്തിൽ അവൻ ഇപ്രകാരം വിളിച്ചു പറയുന്നുവെങ്കിൽ വിളിക്കപ്പെട്ട വിശുദ്ധ കൂട്ടമേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ ദൈവസന്നിധി അവൻ നിന്റെ മതിലിനെ അവൻ പണിത അവൻ നീ നിന്റെ ആലയത്തെ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ നിന്റെ സഭയെ മതിലിന്റെ അകത്ത് അവൻ കവർ ചെയ്ത് പ്രാർത്ഥിക്കുകയും അതിനായി ജാഗരിച്ചു അവൻ ആത്മാവിന്റെ അവൻ വാളുന്ന ദൈവ വചനം കയ്യിലേന്തിക്കൊണ്ട് നിരന്തരം നിൽക്കുവാൻ നീ റെഡിയെങ്കിൽ എന്റെ ദൈവം പറയുക ഈ മതിലിന് ചുറ്റും ഞാൻ ഒരു തീമതിലായി നിൽക്കുകയും ഞാൻ അവരുടെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 2:4 പറയുന്ന ദൈവ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ നിന്റെ ഓഫീസിൽ ഈ സഭയ്ക്കകത്ത് ദൈവം ചെയ്തിട്ടുണ്ട്. Praise the Lord. You do your part. Hallelujah. പാമ്പുകളെ തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നിനക്ക് അധികാരമുണ്ട്. പക്ഷെ ഒന്നും നിനക്കൊരു ദോഷം തട്ടാതെ അവൻ നിനക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിന്റെ മതില് ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു കിടക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് പണിയുക. റൈസ് ആൻഡ് ബിൽഡ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിലൂടെ ദൈവ വചനത്തിലൂടെ ആ മതിലിനെ പണിയുന്നവർക്കായി ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയെങ്കിൽ സോളാർ സിസ്റ്റത്തെ തിരിക്കുവാൻ എന്റെ ദൈവം റെഡിയാണ്. ആമേൻ ഹല്ലേലൂയ. ഹെസ്കിയാവ് നിന്റെ കണ്ണുനീരിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ സൂര്യനോട് ഞാൻ പറയാൻ മാറി നിൽക്കാൻ അവൻ ഹല്ലേലൂയ ഭൂമിയെ 5 മണിക്കൂർ ഇങ്ങോട്ട് കറങ്ങിയെങ്കിൽ തിരിച്ചു കറക്കുവാൻ എന്റെ കയ്യിൽ ശാമൻ എനിക്ക് അധികാരമുണ്ടാവും. പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്കായി നിന്റെ കണ്ണുനീരിനായി അവൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലമായി പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ അവൻ നിന്നെ തൊടുവാൻ നിനക്കെതിരെ പോരാടുന്ന ഒരു ശക്തിക്കും കഴിയത്തില്ല. ജീസസ് എല്ലാവരും ദിവസം